വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ തിഥിയാണ് അക്ഷയ തൃതീയ. അക്ഷയ തൃതീയ നാളിൽ ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ ഫലങ്ങൾ ഒരിക്കലും ക്ഷയിക്കില്ല എന്നുള്ളതാണ് ഈ ദിനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അക്ഷയ തൃതീയ ദിനത്തിൽ പാവങ്ങൾക്ക് ദാനധർമ്മം നടത്തുന്ന വ്യക്തിക്ക് മാത്രമല്ല, അവരുടെ തലമുറകൾക്ക് വരെ പുണ്യം ലഭിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. 2025 ഏപ്രിൽ 30 ഈ വർഷം അക്ഷയ തൃതീയ ദിനം വരുന്നത്. പ്രപഞ്ചത്തിൻ്റെ സംരക്ഷകനായ മഹാവിഷ്ണു ഭഗവാന്റെ 6ാമത്തെ അവതാരമായ പരശുരാമനായി അവതരിക്കുകയും ഭൂമിക്ക് ഐശ്വര്യം നൽകുകയും ചെയ്തത് അക്ഷയ തൃതീയ ദിനത്തിലാണ്. പുണ്യനദിയായ ഗംഗ ഈ ദിവസമാണ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയതെന്നും മഹാഭാരതത്തിലെ ഇതിഹാസ നായകന്മാരായ പാണ്ഡവർക്ക് ഈ ദിവസമാണ് അക്ഷയപാത്രം ലഭിച്ചത് എന്നും വിശ്വസിക്കപ്പെടുന്നു. വിഷ്ണു അവതാരമായ ബലഭദ്രൻ ജനിച്ചതും ഭഗവതി അന്നപൂർണേശ്വരിയുടെ അവതാര ദിവസവും അക്ഷയ തൃതീയ ദിനത്തിൽ തന്നെയാണ്. അതുപോലെ മഹാലക്ഷ്മി അനുഗ്രഹം ചൊരിയുന്ന ദിവസമാണ് അക്ഷയ തൃതീയ. അതിനാൽ പരശുരാമ ജയന്തി, ബലഭദ്ര ജയന്തി, കർഷകരുടെ പുണ്യദിവസം, സമൃദ്ധിയുടെ ദിവസം എന്നൊക്കെ പ്രാദേശികമായ പല പേരുകളിൽ ഈ ദിനം അറിയപ്പെടുന്നു. ദുരിതപൂർണമായ ജീവിതത്തിൽ നിന്നും കരകയറി ജീവിതത്തിലേക്ക് ഭാഗ്യവും ഐശ്വര്യവും സമ്പത്തും എളുപ്പം കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ദിനമാണ് അക്ഷയ തൃതീയ. അതുപോലെ പാപമോചനത്തിനും, അതായത് നിങ്ങളുടെ ജീവിത പ്രതിസന്ധികൾക്ക് കാരണം നിങ്ങളിലുള്ള പാപമായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യത്തിന് പ്രതിബന്ധമായി നിൽക്കുന്നത് നിങ്ങളിലുള്ള പാപമായിരിക്കും. ഈ ഒരു ദിവസം നിങ്ങൾ മനസ്സറിഞ്ഞ് ചെയ്യുന്ന ഒരൊറ്റ പ്രവൃത്തിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കും. നിങ്ങളെക്കൊണ്ടാകുന്ന രീതിയിലുള്ള ദാനധർമ്മങ്ങൾ അർഹരായ പാവങ്ങൾക്ക് നൽകിയാൽ മാത്രം മതി. അതിന് ഏറ്റവും ഉചിതമായ ദിനമാണ് അക്ഷയ തൃതീയ. വിഷ്ണു ധർമ്മസൂത്രത്തിൽ ഈ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അക്ഷയ തൃതീയ ദിവസം ഉപവസിക്കുകയും ഭഗവാൻ മഹാവിഷ്ണുവിന് അന്നം നിവേദിക്കുകയും പിന്നീട് അതുകൊണ്ട് അഗ്നിയെ പ്രീതിപ്പെടുത്തിയ ശേഷം ദാനം ചെയ്യുകയും ചെയ്താൽ സർവ്വപാപമോചനമാണ് ഫലം. അന്നേ ദിവസം നേടുന്ന പുണ്യം അക്ഷയമായിരിക്കും. ഇതിങ്ങനെ തന്നെ ചെയ്യുവാൻ എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല. അങ്ങനെയുള്ളവർ അക്ഷയ തൃതീയയുടെ തലേദിവസം വീടും പരിസരവും നന്നായി വൃത്തിയാക്കുക. അക്ഷയ തൃതീയ ദിവസം പ്രഭാത സ്നാനം നടത്തി ലക്ഷ്മി ദേവിയുടെയോ അല്ലെങ്കിൽ വൈഷ്ണവ ക്ഷേത്രങ്ങളോ സന്ദർശിച്ച് നാമജപം നടത്തുക. അന്നേ ദിവസം നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ ആഹാരമോ വസ്ത്രമോ ജലമോ ധനമോ അർഹരായവർക്ക് നൽകുക. ഇത് മനസ്സറിഞ്ഞ് ചെയ്യണം. അല്ലാതെ ഇന്ന് അക്ഷയ തൃതീയയാണ്, ഇന്നിത് ചെയ്താലേ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള സ്വാർത്ഥ വിചാരത്തോടെയാകരുത് ഒരു ദാനധർമ്മങ്ങളും. നമ്മുടെ മുന്നിൽ നിന്ന് നമ്മുടെ നേരെ കൈനീട്ടുന്ന ആളുകൾക്ക് കൊടുക്കാത്ത കുറേ ഭാഗ്യങ്ങൾ ഭഗവാനും ഭഗവതിയും നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ നാം ബാധ്യസ്ഥനാണെന്നുള്ള ബോധത്തോടെയും നാം കൊടുക്കുന്നത് കൈനീട്ടി വാങ്ങുമ്പോൾ അവരുടെ കണ്ണുകളിലുണ്ടാകുന്ന സന്തോഷം, ആ സന്തോഷം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമ്പോഴുമാണ് ദാനധർമ്മം അർത്ഥവത്താകുന്നത്. ഇത്രയും ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഉദ്ദേശിച്ചതിലും അപ്പുറത്തേക്ക് ഉയർച്ചയിലേക്ക് പോകുമെന്ന്. കാരണം ഇഹജന്മത്തിൽ ഇതുവരെ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ വേരറുക്കുവാൻ പര്യാപ്തമാണ് അക്ഷയ തൃതീയയിലെ ഓരോ ദാനധർമ്മങ്ങളും. ഈ അക്ഷയ തൃതീയയിൽ ഭഗവാനും ഭഗവതിയും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു.